Sacred Heart Retreat, a retreat for differently abled people. തിരുഹൃദയ ധ്യാനം, ഭിന്നശേഷിക്കാർക്കായുള്ള തിരുഹൃദയ ധ്യാനം. ഇന്ന് ജൂൺ 16, ഈശോയുടെ തിരുഹൃദയമേ. ഇന്ന് പ്രത്യേകമായി വീൽചെയറിൽ അഭയം കണ്ടെത്തിയ ഭിന്നശേഷിക്കാരെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നട്ടെല്ല് തകർന്നു, കാലുകൾക്ക് ശേഷിയില്ലാതെ വീടിനുള്ളിൽ കുടുങ്ങിപ്പോയവരെ പുറം ലോകത്തേക്ക് അനയിച്ച സ്നേഹം മാത്രമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. നിന്റെ സ്നേഹക്കടലിൽ ഞങ്ങളെ മുക്കിയെടുക്കണമേ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കുറ്റൂർ സിയോൺ സെൻറ്ററിലെ വൈദികനായ ഫാദർ റോബിൻ ചമ്പന്നൂക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഈശോയോട് ചേർന്നുള്ള ജീവിതം നമുക്കും അനുഗ്രഹപ്രദമാകട്ടെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദർശന ക്ലബിലെ എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയം പ്രത്യേകമായിട്ട് ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ നാളുകളിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായ സംരക്ഷണവും പരിപാലനയും പ്രത്യേകമായി തമ്പുരാൻ നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും എന്ന വലിയ വാഗ്ദാനം നാം വായിക്കുന്നുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അർത്ഥവത്തായി മാറുന്നത് പലപ്പോഴും നാം ശ്രദ്ധിക്കാറുണ്ട്. നാം എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, അത്രത്തോളം തമ്പുരാൻ നമ്മളോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും ചേർന്ന് നിൽക്കുന്നതിൻ്റെ അടയാളങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ നാം ദർശിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധയാണ് വിശുദ്ധ ഫൗസ്റ്റീന. ദൈവകരുണയെ ഈ ലോകം മുഴുവൻ പ്രഘോഷിച്ച വലിയ വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഫൗസ്റ്റീന കൊവാൾസ്ക. അമ്മയുടെ ജീവിതത്തിൽ ഒരു ചെറിയ സംഭവം ഇങ്ങനെയാണ്. അമ്മയ്ക്ക് ചെറുപ്പം മുതലേ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ എല്ലാം ലഭിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി പള്ളിയിൽ ആയിരിക്കുന്ന സമയത്ത് ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ അൾത്താരയിൽ സന്നിഹിതനായി വരുന്നത് നേരിട്ട് അമ്മ കാണുന്ന ഒരു രംഗമുണ്ട്. ആദ്യ കുർബാന അങ്ങനെ വളരെ ആദരപൂർവം, ഭക്തിപൂർവം, ബഹുമാനപൂർവം വിശുദ്ധ ഫൗസ്റ്റീന സ്വീകരിക്കുകയാണ്. ഈ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വീടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലാവരും തിരിച്ചു വീടുകളിലേക്ക് പോകുന്ന സമയത്ത് അവളോടൊപ്പം ആദ്യ കുർബാന സ്വീകരിച്ച അവരുടെ കൂട്ടുകാരികൾ, കൂട്ടുകാരന്മാർ, അവരുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവരും ഒത്തിരി സന്തോഷത്തോടു കൂടി തിരിച്ച് പള്ളിയിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന മാത്രം ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഒരു സഹോദരി കാണുകയാണ്. ഈ ഫൗസ്റ്റീന ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കാണുമ്പോൾ ഈ സഹോദരിക്ക് തോന്നുകയാണ്, അയ്യോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും വേദനയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ കരുതി ഈ സഹോദരി ഈ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ, അന്നത്തെ കൊച്ചു ഫൗസ്റ്റീനയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ഫൗസ്റ്റീനയോട് ചോദിക്കുകയാണ്, ഫൗസ്റ്റീനെ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? നീ എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് എന്തോ സംഭവിച്ചതുപോലെ നടന്നു പോകുന്നത്? ഒറ്റയ്ക്ക് പോകുന്നത് എന്താ? ബാക്കി എല്ലാവരും സന്തോഷത്തോടു കൂടി പോവുകയല്ലേ? അപ്പോൾ സിസ്റ്റർ ഫൗസ്റ്റീന പറയുകയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് ഈശോയെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ച വിശുദ്ധ ഫൗസ്റ്റീന അവൾ നടന്നു പോകുമ്പോൾ അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു. അവളോടൊപ്പം അവൾ സൃഷ്ടിച്ച അവളുടെ തമ്പുരാൻ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യം ആ കുഞ്ഞു മനസ്സിലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ നിമിഷം
ദൈവത്തിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഈശോയുടെ സഹനത്തിൽ പ്രത്യേകമായിട്ട് ഭാഗമാകുവാനായിട്ട് വരം നൽകിയിരിക്കുന്നവരാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ്, ഇപ്പോൾ നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ തമ്പുരാൻ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ ഉള്ളിൽ വന്നു നിൽക്കുന്നത് പോലെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുകയല്ല, അതൊരു സത്യമാണ്. ആ സത്യം പലപ്പോഴും പലരും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. തിരുവചനത്തിൽ എന്നെ ഒത്തിരി സ്പർശിച്ച, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ധ്യാനിക്കാറുള്ള ഒരു ഭാഗമുണ്ട്. ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗം വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയുന്നു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. ഈശോ വീണ്ടും പത്രോസിനോട് ചോദിക്കുകയാണ്, അല്ലയോ പത്രോസേ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ എന്നാ ചോദിക്കുക. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അത് നീ അറിയുന്നുണ്ടല്ലോ. വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ഈശോ പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് തകർന്നു പോവുകയാണ്. പത്രോസ് പറയുന്നു, ദൈവമേ, നീ എല്ലാം അറിയുന്നവനാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നല്ലോ. പ്രിയമുള്ളവർ, എനിക്ക് തോന്നുന്നു പത്രോസ് ശ്ലീഹായോട് ഈശോ അവിടെ ചോദിക്കാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് മറ്റൊന്നും തന്നെയല്ല. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിലൂടെ നീ തെളിയിച്ചു കാണിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. നിന്റെ ജീവിതത്തിലൂടെ നീ അതെനിക്ക് തെളിയിച്ചു കാണിക്കണം, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. അങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ടാണ് പത്രോസ് ശ്ലീഹായ്ക്ക് വലിയ ദൗത്യം തമ്പുരാൻ നൽകുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. പ്രിയമുള്ളവരെ, പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പത്രോസ് അത് കൂടുതൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും തൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ പരിപൂർണമായി സ്നേഹിക്കുന്നുവെന്ന് തെളിയിക്കാൻ തുടങ്ങുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ വല്ലാത്ത ധൈര്യം ലഭിക്കുന്ന പത്രോസ് ശ്ലീഹ സുവിശേഷം ഉറക്കെ പ്രഘോഷിക്കുകയാണ്. അനേകർ മാനസാന്തരപ്പെടുന്നു, അനേകർ മാമോദിസ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തിനധികം പറയുന്നു, ഏറ്റവും അവസാനം ഈശോയെ അളവറ്റ് സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമായി പത്രോസ് ശ്ലീഹ രക്തസാക്ഷിത്വം വരിക്കുകയാണ് കർത്താവിന് വേണ്ടി. അത് കർത്താവ് മരിച്ചതുപോലെ എനിക്ക് മരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ തല കീഴായിട്ടാണ് പത്രോസ് ശ്ലീഹ രക്തസാക്ഷിത്വം വരിക്കുക. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ പ്രത്യേകിച്ച് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ധ്യാനിക്കുന്ന, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ധ്യാനിക്കുന്ന ഈ നാളുകളിൽ നമുക്കും ഒരു തീരുമാനം എടുക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നീ എന്നെ എങ്ങനെ സ്നേഹിച്ചോ, ദൈവമായിരുന്നിട്ടും അത് മറന്ന് മനുഷ്യനായി അവതരിച്ച് എന്നോടൊപ്പം വസിച്ച് എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന നിന്റെ ആ സ്നേഹത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പ്രത്യുത്തരം നൽകും എന്നൊരു തീരുമാനം നമുക്ക് ഏവർക്കും എടുക്കാം. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന എഴുതിയിരിക്കുന്ന ഡയറിയിൽ നിന്നാണ് ആ വചനം. അവിടെ വിശുദ്ധ ഫൗസ്റ്റീന പറയുകയാണ്, ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു രഹസ്യമാണത്. സ്നേഹത്തിൻ്റെ അളവുകോൽ സഹനമാണ്. സഹനമാണ് സ്നേഹത്തിൻ്റെ അളവുകോൽ. ഞാൻ പറഞ്ഞു, എനിക്ക് വിശുദ്ധ ഫൗസ്റ്റീനായെ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഫൗസ്റ്റീനയോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വിശുദ്ധയെ നമുക്ക് ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്കുണ്ട്. അത് മറ്റാരും തന്നെയല്ല, വിശുദ്ധ അൽഫോൻസാമയാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിൽ ഒരിക്കൽ രോഗം മൂർച്ഛിച്ച്, ക്ഷയം മൂർച്ഛിച്ച്, അവസാനം രക്തം ഛർദ്ദിക്കുന്ന ആ സമയങ്ങളൊക്കെ അടുത്തു കഴിഞ്ഞപ്പോൾ വിശുദ്ധ അൽഫോൻസാമയെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു സഹോദരി അൽഫോൻസാമയുടെ അടുത്ത് വരികയാണ്. അപ്പോൾ അൽഫോൻസാമയുടെ ഈ സഹനവും ഈ വേദനയും ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ട് ഈ സഹോദരി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത്രമാത്രം സഹനങ്ങളിലൂടെ അമ്മയ്ക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുക? അപ്പോൾ അൽഫോൻസാമ പറയുന്നുണ്ട്, അല്ലയോ സഹോദരി, ഞാൻ സഹിക്കുകയല്ല, ഞാൻ സ്നേഹിക്കുകയാണ്. അല്ലയോ സഹോദരി, ഞാൻ സഹിക്കുകയല്ല, ഞാൻ സ്നേഹിക്കുകയാണ്. അതെ, അൽഫോൻസാമയുടെ ജീവിതത്തിലൂടെ
നിരന്തരമായ സഹനങ്ങളിലൂടെ, മാനസികവും ശാരീരികവുമായ വ്യതകളിലൂടെ കർത്താവിനെ സ്നേഹിക്കുകയായിരുന്നു. കർത്താവ് സഹിച്ച കർത്താവിൻ്റെ സഹനങ്ങൾ ഒരല്പമെങ്കിലും തൻ്റെ ജീവിതത്തിലും പകർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സഹനങ്ങളിൽ, വേദനകളിൽ പരാതികളില്ലാതെ, പരിഭവമില്ലാതെ അതിനെയൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അതിനെ വലിയൊരു ബലിയാക്കി വിശുദ്ധ അൽഫോൻസാമ മാറ്റുകയാണ്. അപ്പോൾ സഹനമല്ല, അവിടെ സ്നേഹമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതെ, സ്നേഹത്തിൻ്റെ അളവുകോൽ സഹനമാണ്. ഞാൻ അംഗമായിരിക്കുന്ന ഷെൻസ്റ്റാഡ് സഭയുടെ സ്ഥാപകനാണ് ഫാദർ ജോസഫ്, ദൈവദാസനായ ഫാദർ ജോസഫ് കെന്റണിക്. അദ്ദേഹം ദൈവ മനുഷ്യ ബന്ധങ്ങളെ ഒരു ചെറിയ കാര്യവുമായിട്ട് ഉപമിക്കുന്നുണ്ട്. എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു ഉപമയാണ്. കെനഡിഗച്ചൻ പറയുന്ന ഒരു കാര്യം, ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം കെനഡിഗച്ചൻ ഉപമിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്ക് കളിയോടാണ്. ഞാൻ ഇംഗ്ലീഷ് ആ പേര് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകണമെന്നില്ല. നമ്മുടെ നാടുകളിലും നമ്മുടെ കേരളത്തിലും ഒക്കെ നമ്മളെല്ലാവരും പലപ്പോഴും ചെറുതായിരുന്നപ്പോൾ ഉണ്ടാകാവുന്ന ഒരു കളിയാണ് ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞാൽ ഒളിച്ചുകളി, സാറ്റുകളി എന്നൊക്കെ ചിലർ പറയും. ഒരാൾ എണ്ണുന്നു, 1 മുതൽ 20 വരെ അല്ലെങ്കിൽ 30 വരെ, നമുക്ക് ആവശ്യമുള്ള അത്രയും, ബാക്കിയുള്ള എല്ലാവരും ഒളിക്കുകയാണ്. അപ്പോൾ ഈ എണ്ണുന്ന ആളുടെ, അതായത് കണ്ണടച്ചു പിടിച്ചിരിക്കുന്ന എണ്ണുന്ന ആളുടെ ഉള്ളിൽ വേവലാതിയാണ്. ദൈവമേ, ഇവരെയൊക്കെ ഞാൻ എവിടെ പോയി തേടി കണ്ടുപിടിക്കും? ഓരോരുത്തരെയും കുറിച്ച് അവൻ ആലോചിക്കുകയാണ്. അവൻ എവിടെയായിരിക്കും ഒളിക്കാനായിട്ട് സാധ്യത? ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇവിടെയായിരിക്കും പോകാനായിട്ട് സാധ്യത, അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കും അവർ ഒളിച്ചിട്ടുണ്ടാകുക എന്നൊക്കെ ഈ എണ്ണുന്ന ആൾക്കൊരു ചെറിയ വേവലാതിയുണ്ട്. കാരണം ഇവരൊക്കെ ഇനി കണ്ടുപിടിക്കണം, അവരൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതാണ് ഹൈഡ് ആൻഡ് സീക്ക് കളിയുടെ പ്രത്യേകത, ഒളിച്ചുകളി, സാറ്റുകളിയുടെ പ്രത്യേകത. കെനഡിഗച്ചൻ പറയുന്നു, ദൈവ മനുഷ്യ ബന്ധം എന്ന് പറയുന്നത് ഈ ഒരു സാറ്റുകളി പോലെയാണ്. മനുഷ്യൻ ഒളിക്കുന്നു, ദൈവം കണ്ടുപിടിക്കുന്നു. അതവിടെ അവസാനിക്കുന്നില്ല. അതിനുശേഷം ദൈവം ഒളിക്കുന്നു, മനുഷ്യൻ കണ്ടുപിടിക്കുന്നു. ഇതൊരു നിരന്തരമായ ഒരു പ്രോസസ്സാണ്. ഇതിലൂടെയാണ് മനുഷ്യ-ദൈവ ബന്ധങ്ങൾ കടന്നു പോവുക. അത് മനുഷ്യൻ ഒളിക്കുകയാണ്. നമ്മൾ തിരുവചനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ബൈബിളിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മനുഷ്യൻ ഒളിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നു. പറുദീസായിൽ ഹവ്വായെയും ആദത്തെയും സൃഷ്ടിച്ച ദൈവം, അവരെ അളവറ്റ് സ്നേഹിച്ച ദൈവം, പറുദീസ മുഴുവൻ അവർക്കായി കൊടുത്തുകൊണ്ട് പോയ ദൈവം തിരിച്ചു വരുമ്പോൾ ഒളിച്ചിരിക്കുന്ന മനുഷ്യരെയാണ് കാണുക. ദൈവത്തെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന മനുഷ്യർ. ദൈവത്തിൻ്റെ ഹൃദയം ഒത്തിരി വിങ്ങിയിട്ടുണ്ടാകണം ആ നാളുകളിൽ. ഒളിച്ചിരിക്കുന്ന ആ മനുഷ്യനെ കണ്ട് അവിടുന്ന് വേദനിച്ചിട്ടുണ്ടാകണം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ദൈവജനത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പലപ്പോഴായി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഒളിക്കുകയാണ്. പക്ഷേ ഈ ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ, അവൻ ഒളിച്ചതല്ലേ, അവൻ പോകണ വഴി പോകട്ടെ എന്ന് പറയാതെ അവൻ്റെ പിന്നാലെ അവനെ തിരഞ്ഞിറങ്ങുന്ന ഒരു ദൈവത്തെ നാം കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ദൈവം ഒത്തിരി വില കൊടുത്ത് ദൈവം രക്ഷിച്ചു കൊണ്ടുവരികയാണ്. മരുഭൂമിയിലൂടെ മൊത്തം അലയുമ്പോഴും ദൈവം അവരോടൊപ്പം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരോടൊപ്പമുണ്ട്. അങ്ങനെ നിരന്തരം അവരെ വിടാതെ പിന്തുടരുകയാണ്. പലപ്പോഴും ഇത്രയധികം പരിപാലിക്കുന്ന, ഇത്രയധികം സ്നേഹിക്കുന്ന ദൈവത്തിനെതിരെ അവർ പിറുപിറുക്കുന്നുണ്ട്. അതിനെയൊന്നും വകവയ്ക്കാതെ എത്രയൊക്കെ പിറുപിറുത്താലും, എത്രയൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നുപോയാലും അവിടുത്തെ അഗാധമായ സ്നേഹം അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മൾ പുതിയ നിയമത്തിൽ എത്തി നിൽക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഉപമയും അതുതന്നെയല്ലേ. 100 ഉണ്ടായിട്ടും ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പിന്നാലെ 99 വിട്ടിട്ട് ആ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പിന്നാലെ പോകുന്ന ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ നമുക്ക് വർണ്ണിക്കാനായിട്ട് സാധിക്കും? എങ്ങനെ നമുക്ക് വിവരിക്കാനായിട്ട് സാധിക്കും?
പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ഒരു പക്ഷെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവം നമ്മുടെ പിന്നാലെ ഇറങ്ങി വന്ന നിമിഷങ്ങൾ. നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളൊന്ന് തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൽ നിന്ന് എത്രയൊക്കെ അകന്നു പോയിട്ടും അല്ലെങ്കിൽ ദൈവത്തെ മറന്നുപോയിട്ടും ദൈവം പിന്നാലെ വന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റേതാണ്, നീ എൻ്റെ സ്വന്തമാണ് എന്ന് നേരിട്ട് വന്ന് പറഞ്ഞ അനുഭവങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ പറഞ്ഞ അനുഭവങ്ങൾ. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലൊരു സംഭവം ഓർക്കുകയാണ്. ഞാൻ വൈദിക പരിശീലനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ 2 വർഷം ജോലി ചെയ്തിരുന്നു. അക്സെഞ്ചർ എന്ന് പറയുന്ന കമ്പനിയിൽ ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട്. അപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്നപ്പോൾ ഞാൻ താമസിച്ചിരുന്നത് ബാംഗ്ലൂർ ധർമാരാം സെമിനാരിയുടെ പുറകിലുള്ള CSTക്കാരുടെ ആശ്രമത്തിലായിരുന്നു. അവരുടെ ആശ്രമത്തിനോട് ചേർന്ന് ഒരു ചെറിയ ഔട്ട് ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈവനിങ് ഷിഫ്റ്റ് രാത്രി 9 മണി വരെ ആണെങ്കിൽ കൂടി കുറച്ചുകൂടി പൈസ കൂടുതൽ സമ്പാദിക്കുവാനായിട്ട് കുറച്ച് സമയം ഓവർ ടൈം ചെയ്ത് 2-3 മണിക്കൂറൊക്കെ ഓവർ ടൈം ചെയ്ത് രാത്രി കാലങ്ങളിൽ തിരിച്ച് ഹൗസിലേക്ക് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ബസ് കിട്ടണമെന്നില്ല, വണ്ടികൾ കിട്ടണമെന്നില്ല. അപ്പോൾ ആരുടെയെങ്കിലും ബൈക്കിനോ മറ്റോ കൈയൊക്കെ കാണിച്ചിട്ടായിരിക്കും വരിക. അങ്ങനെ രാത്രി ഏകദേശം 12-12:30 മണിക്ക് ഞാൻ തിരിച്ച് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത്, അപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ ഹൗസ് അതിന് മുൻപിൽ ഒരു റോഡുണ്ട്, ഏകദേശം ഒരു 1 കിലോമീറ്റർ നീളുന്ന ഒരു റോഡ്. അതിൻ്റെ ഏകദേശം മധ്യത്തിലാണ് ആ ഹൗസ്, 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ട്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഏകദേശം 1/2 കിലോമീറ്റർ നടന്നാലാണ് ഈ ഹൗസിലേക്ക് എത്താനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ 1/2 കിലോമീറ്റർ നടക്കുന്ന ആ ഡിസ്റ്റൻസ് തന്നെ ഏകദേശം 10-250 മീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ധർമാരാമിൻ്റെ പിന്നിലുള്ള ധർമാരാമിൻ്റെ ഇടവക പള്ളി, സെൻറ് തോമസ് പള്ളിയുണ്ട്. ആ പള്ളി കൂടി കഴിഞ്ഞൊരു 100-150 മീറ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ താമസിക്കുന്ന ആ ആശ്രമത്തിൻ്റെ ഗേറ്റ് വരിക. അങ്ങനെ ഈ മെയിൻ റോഡിൽ ഞാൻ ബൈക്കിൽ കൈ കാണിച്ച് ഞാൻ പോന്നപ്പോൾ ഈ മെയിൻ റോഡ് എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം, വഴിയിലൊന്നും ആരുമില്ല, അന്ധകാരം. അങ്ങകലെ എനിക്കൊരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം കാണാം. അത് ഈ സെൻറ് തോമസ് പള്ളിയുടെ നേരെ മുമ്പിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചമാണ്. ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ എനിക്ക് അകലയിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിച്ചൊരു കാര്യം, ഒരു 10-15 പട്ടികൾ ഇങ്ങനെ സംഘം ചേർന്ന് കിടക്കുകയാണ്. രാത്രി 12-12:30 മണി ഒരു വിശ്രമിക്കുകയാണ്. എനിക്ക് ഇവരെ ക്രോസ് ചെയ്ത് ഒരു 150 മീറ്റർ കൂടി കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ ഹൗസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഞാൻ പതുക്കെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പേപ്പറിലൊക്കെ വായിച്ച പല കാര്യങ്ങളും എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. പട്ടികൾ കടിച്ചു കീറി കൊന്ന അനുഭവങ്ങളൊക്കെ. സാവധാനം എൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ പേടി കയറി തുടങ്ങി. പെട്ടെന്ന് ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു വിശ്വാസം വരികയാണ്. ഈ പട്ടികൾ കിടക്കുന്നത് നേരെ സെൻറ് തോമസ് പള്ളിയുടെ നേരെ മുൻപിലാണ്, അല്ല ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെയാണ്. എൻ്റെ തമ്പുരാൻ ജീവിക്കുന്ന ദൈവം സക്രാരിയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ അവിടെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത് എന്നുള്ളൊരു വല്ലാത്ത ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ആ നിമിഷം ഒരു തീരുമാനമെടുത്തു, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കും, ഒരു റോബോട്ട് നടക്കുന്നത് പോലെ. കാരണം തമ്പുരാൻ കൂടെയുണ്ട്. ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഞാൻ ഏകദേശം റോബോട്ട് നടക്കുന്നത് പോലെ നടക്കുകയാണ്. പട്ടികളുടെ അടുത്ത് എത്താറായി കഴിഞ്ഞപ്പോൾ അതിൽ ഇച്ചിരി ചങ്കുറപ്പുള്ള ഒരുത്തൻ ചാടി എഴുന്നേറ്റ് കുരയ്ക്കാൻ തുടങ്ങി. ഇവൻ കുരയ്ക്കുന്നത് കണ്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന 5-6 പട്ടികൾ കൂടി ചാടി പതുക്കെ എഴുന്നേറ്റ് കുരയ്ക്കാനായിട്ട് തുടങ്ങി. കുരയുടെ ശബ്ദം അസഹനീയമായി എൻ്റെ കാതിലേക്ക് തുളച്ച് കയറാനായിട്ട് തുടങ്ങും. അപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് ബോധ്യം എനിക്ക് വല്ലാതെ ശക്തി നൽകിക്കൊണ്ടിരുന്നു. ഞാൻ പട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്തോറും ഇവരുടെ കുരയുടെ ശക്തി കൂടി തുടങ്ങി. ചിലരൊക്കെ 1-2 പേരൊക്കെ എൻ്റെ കൈകൾ കടിച്ചില്ല എന്ന രീതിയിൽ ശക്തമായി കുരയ്ക്കാനായിട്ട് തുടങ്ങി. ഞാൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ നടക്കുകയാണ്, എനിക്ക് ദൈവം നൽകിയ ആ ധൈര്യത്തിൻ്റെ പുറത്ത്. പട്ടികൾ ചുറ്റും നിന്ന് കുരച്ചു, പക്ഷെ എൻ്റെ കണ്ണിന് ഒരല്പം പോലും ചാഞ്ചാട്ടമുണ്ടായില്ല. ദൈവം നൽകിയ ധൈര്യത്തിൽ ഞാൻ ഒന്നും സംഭവിക്കാതെ പോലെ നേരെ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, പട്ടികൾ കുറേ ദൂരം കുരച്ച് പിന്നാലെ വന്നെങ്കിലും പിന്നീട് ഞാൻ അനങ്ങാത്തത് കൊണ്ട്, അവരുടെ കുരയോട് പ്രതികരിക്കാത്തത് കൊണ്ട് അവർ പതുക്കെ പിൻവാങ്ങി.
ഏകദേശം എൻ്റെ ഹൗസിൻ്റെ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് വന്ന പാടെ ഞാൻ ഗേറ്റ് ചാടി ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് കടക്കുക. പ്രിയമുള്ളവരെ, ദൈവം ഇങ്ങനെ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതിലൂടെ ദൈവം കൂടെ കൂടെ നമ്മോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഇനി ഈ കളിയുടെ പ്രത്യേകത, നമ്മൾ ഒളിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പിന്നാലെ നടന്നു വന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ലോകത്ത് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവമേ, ഞാൻ ഇവനെ സ്നേഹിക്കുന്നത് പോലെ ഇവനും എന്നെ തിരിച്ചൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ദൈവത്തിനും മറ്റൊരു സ്വഭാവം ഉണ്ടാകാനായിട്ട് ഇടയില്ല. അവിടുന്ന് നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട് നാം അവിടുത്തെയും തിരിച്ച് സ്നേഹിക്കണമെന്ന്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ദൈവം ഒളിച്ചിരിക്കുമ്പോൾ ദൈവത്തെ തേടി ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന മനുഷ്യരാണ് അവരുടെ ജീവിതത്തിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നവർ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള കുറേ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കാണാറുണ്ട്. ബൈബിളിലും അങ്ങനെയുള്ള ജീവിതങ്ങളെ നാം കണ്ടുമുട്ടാറുണ്ട്. ജോബിൻ്റെ കഥ നമുക്ക് അന്യമല്ല. ജോബിനെ സാത്താൻ പരീക്ഷിക്കുന്നുണ്ട്. ജോബിന് എല്ലാം നഷ്ടപ്പെടുകയാണ്, തൻ്റെ ദാസർ, തൻ്റെ മക്കൾ, തൻ്റെ സമ്പത്ത് എല്ലാം. എന്നിട്ടും ദൈവത്തെ ജോബ് തള്ളിപ്പറയുന്നില്ല. അവസാനം സാത്താൻ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, അവൻ്റെ ശരീരത്തിൽ എനിക്ക് തൊടാനായിട്ട് നീ അധികാരം തന്നാൽ അവൻ നിന്നെ തള്ളിപ്പറയുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് സാത്താൻ വീമ്പ് പറയുന്നുണ്ട്. ദൈവം സാത്താൻ അധികാരം കൊടുക്കുകയാണ്, അവൻ്റെ ജീവനെ മാത്രം നീ തുടരരുത്, പക്ഷെ അവൻ്റെ ശരീരത്തിൽ നിനക്ക് തൊടാം. അങ്ങനെ ദേഹമാസകലം കുഷ്ഠം ബാധിച്ച് ചാരത്തിലിരിക്കുകയാണ് ജോബ്. ഈ ജോബിനെ നോക്കി ഭാര്യ വരെ ജോബിനോട് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്ത് ദൈവമാണ്? നിങ്ങൾക്ക് ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പോയി മരിച്ചുകൂടെ എന്നൊക്കെ ഭാര്യ ചോദിക്കുന്നുണ്ട്. പക്ഷേ ജോബ് അവിടെയും പറയുന്ന ഒരു വാക്യമുണ്ട്, ദൈവം തന്നു, ദൈവം എടുത്തു. കാരണം അത്രമാത്രം തന്നെ സൃഷ്ടിച്ച തന്നെ പരിപാലിക്കുന്ന ദൈവത്തിൽ ജോബ് വിശ്വാസം അർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ജോബാണ് യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് തെളിയിച്ച് കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നോക്കിയാലും അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഏറെയാണ്. 1984 നമുക്കറിയാം, വിംബിൾഡൺ ചാമ്പ്യൻ ആർത്തർ ആഷെ, ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകാം. വിംബിൾഡൺ ചാമ്പ്യനായിരുന്നു ആർത്തർ ആഷെ. 1984 അദ്ദേഹത്തിന് ഒരു ഹാർട്ട് സർജറി, ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വരും. അങ്ങനെ ആ ശസ്ത്രക്രിയയുടെ ഫലമായി ബ്ലഡ് മാറ്റിവെച്ച് അദ്ദേഹത്തിന് എയ്ഡ്സ് എന്ന മാരക രോഗം പിടിപെടുകയാണ്. ഇതറിഞ്ഞ് ലോകം മുഴുവനുള്ള അദ്ദേഹത്തിൻ്റെ ഫാൻസ് അദ്ദേഹത്തിന് ഒത്തിരി കത്തുകൾ അയക്കാൻ തുടങ്ങി. അതിൽ ഒരു കത്ത് ഇങ്ങനെയായിരുന്നു, അല്ലയോ ആർത്തർ, നിങ്ങൾ എത്രയോ നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ ഇത്ര കഠിനമായ, ഇത്ര ദുസ്സഹമായ ഒരു രോഗത്താൽ എന്തുകൊണ്ട് ദൈവം നിങ്ങളെ ശിക്ഷിച്ചു? അതിന് ആർത്തർ എഴുതുന്ന ഒരു മറുപടിയുണ്ട്, അല്ലയോ സഹോദര, ഈ ലോകം മുഴുവൻ 5 ലക്ഷം കുട്ടികളെങ്കിലും പെർ ഇയർ ടെന്നീസ് കളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിൽ 10-50,000 പേരെങ്കിലും നന്നായിട്ട് കളിക്കാൻ പഠിക്കുന്നുണ്ട്. അതിൽ 500 പേര് പല ഇൻ്റർനാഷണൽ കളികളിലും പങ്കെടുത്ത് വിജയികളാകും. 50 പേരാണ് ടെന്നീസിൻ്റെ പരമോന്നതമായ ഈ ഒരു മത്സരത്തിലേക്ക് കടന്നു വരിക, വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിലേക്ക്. അതിൽ 4 പേര് സെമി ഫൈനലിലേക്ക് വരുന്നു, 2 പേര് ഫൈനലിലേക്ക് വരുന്നു. അവസാനം വിജയത്തിൻ്റെ കപ്പുമായി 1-ാം സ്ഥാനത്ത് കയറി ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ തമ്പുരാനോട് ചോദിച്ചില്ല, എന്തുകൊണ്ട് ഞാൻ? അതുകൊണ്ട് ഇന്ന് ഈ ദുഃഖത്തിൻ്റെ, ഈ വേദനയുടെ, ഈ ആകുലതയുടെ നിമിഷത്തിലും ഞാൻ എൻ്റെ ദൈവത്തിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്തുകൊണ്ട് ഞാൻ? അതെ, തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിയിച്ച ഒരു സ്പോർട്സ് താരം. പ്രിയമുള്ളവരെ, നമ്മൾ
നമ്മുടെ കണ്ണുകളൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള പലരിലും ദൈവത്തെ തൻ്റെ ജീവിതത്തിലൂടെ താൻ സ്നേഹിക്കുന്നുവെന്ന് തെളിയിച്ചു കാണിക്കുന്ന അനേകം ജീവിത സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ദൈവം ഒളിഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ, സഹനത്തിൻ്റെ നെരിപ്പോടിൽ വെന്തെരിയുന്ന നിമിഷങ്ങളിൽ, ഒന്നൊഴിയാതെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്, തകർച്ചകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവമേ ഈ സഹനത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു മനോഹരമായൊരു ഗാനം ഇങ്ങനെയാണ്: ജീവിത സായാഹ്ന തീരത്തിരുന്നു ഞാൻ വെറുതെ പുറകോട്ടു നോക്കി, വെറുതെ പുറകോട്ടു നോക്കി എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം. ആ ഗാനത്തിൻ്റെ വരികളാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ ജീവിത സായാഹ്നത്തിൽ, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ് മണ്ണിൽ കാൽപാദങ്ങൾ, അദ്ദേഹം സഞ്ചരിച്ച നടന്നു വന്ന വഴികളുടെ കാൽപാദങ്ങൾ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളോടൊപ്പം തന്നെ വേറെ ഒരാളുടെയും കാൽപാദങ്ങൾ അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ഈ കാൽപ്പാടുകൾ ആരുടേതാണ്? അപ്പോൾ ദൈവം അദ്ദേഹത്തിന് ഉത്തരം നൽകുകയാണ്, മകനെ, അതെൻ്റെ കാൽപ്പാടുകളാണ്, ഞാനായിരുന്നു നിന്നോടൊപ്പം നടന്നത്. പക്ഷെ ഒന്നുകൂടിയും അദ്ദേഹം പരിശോധിച്ച് നോക്കുമ്പോൾ വേദനയുടെ, ദുരന്തത്തിൻ്റെ, സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ഒരൊറ്റ വ്യക്തിയുടെ കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അല്പം പരാതിയോടെ, പരിഭവത്തോടെ അദ്ദേഹം ദൈവത്തോട് ചോദിക്കുകയാണ്, ആഹാ, സന്തോഷത്തിൻ്റെ കാലങ്ങളിൽ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ എന്നോടൊപ്പം സഞ്ചരിച്ച നീ, എനിക്ക് വേദനയുണ്ടായപ്പോൾ, ദുരന്തമുണ്ടായപ്പോൾ, സഹനമുണ്ടായപ്പോൾ നീ എവിടെ പോയി ഒളിക്കുകയാണ് ദൈവമേ ചെയ്തത്? അതിന് ഉത്തരമായി ദൈവം പറയുന്ന ഒരു കാര്യമാണ്, മകനെ, നിനക്ക് വേദനയുണ്ടായപ്പോൾ, നിനക്ക് സഹനമുണ്ടായപ്പോൾ, നിന്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ പെയ്തിറങ്ങിയപ്പോൾ നിന്നെ ഞാൻ എൻ്റെ കൈകളിൽ കോരിയെടുത്ത് തോളിൽ ചേർത്ത് വച്ചിരിക്കുകയായിരുന്നു. എൻ്റെ കാൽപാദങ്ങളാണ് ആ നിമിഷങ്ങളിൽ നീ അവിടെ കാണുക. നമ്മുടെ സഹനങ്ങളിൽ നമ്മളെ കൈകളിൽ താങ്ങി നടക്കുന്ന ആ ദൈവത്തെ മനസ്സിൽ ധ്യാനിക്കാനായിട്ട് ചിലപ്പോഴെങ്കിലും നമുക്ക് സാധിക്കണം. കാരണം അത് നമ്മളറിയാതെ പോകുന്ന ഒരു വലിയ സത്യമാണ്. നമ്മുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ, നമ്മുടെ വേദനകളുടെ നിമിഷങ്ങളിൽ പലപ്പോഴും ദൈവം ഇത് സാധ്യമാക്കുന്നത് ഒരുപക്ഷെ മറ്റുള്ളവരിലൂടെയാണ്. ഞാൻ കോട്ടേക്കാട് കൊച്ചനായിരുന്ന സമയത്ത് അവിടെ വൈകുന്നേരങ്ങളിൽ, ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ കുർബാനയിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ക്ലബിലെ ഒരംഗമാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കാം, സീന ടീച്ചർ. സീന ടീച്ചറിന് നടക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ഈ ഞായറാഴ്ച നടക്കുന്ന വൈകുന്നേരത്തെ കുർബാനകളിൽ സീന ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ് കുർബാനയ്ക്ക് കൊണ്ടുവരിക. അവരൊരു കാറിൽ വരും. അപ്പോൾ ആൾക്കാരിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാം. കാറിൽ വരും, കാറിൻ്റെ ബാക്കിൽ ഡിക്കി തുറന്ന് ഈ വീൽ ചെയർ പുറത്തേക്ക് എടുക്കും. അത്യാവശ്യം നല്ല കനമുള്ള വീൽ ചെയറാണ്. പുറത്തേക്ക് എടുക്കും, വീൽ ചെയർ നേരെയാക്കും. എന്നിട്ട് കാറിൻ്റെ മുൻവശത്തുള്ള ഡോർ തുറന്ന് സീന ടീച്ചറെ പൊക്കിയെടുത്ത് ഈ കസേരയിൽ കൊണ്ടുവന്നിരുത്തും. പിന്നീട് അങ്ങോട്ട് സീന ടീച്ചർ കസേര കൺട്രോൾ ചെയ്ത്, വീൽ ചെയർ കൺട്രോൾ ചെയ്ത് പള്ളിയുടെ അകത്തേക്ക് കയറി വരാറുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, സീന ടീച്ചറിൻ്റെ ജീവിതത്തിൽ ടീച്ചർ അനുഭവിക്കുന്ന ആ ദൈവസ്നേഹം തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ ഹസ്ബൻഡിലൂടെയാണ്. ദൈവം തന്നെയാണ് സീന ടീച്ചറെ കസേരയിൽ ഇരുത്തുകയും പള്ളിയിലേക്ക് കുർബാനയ്ക്കായി കൊണ്ടുവരികയും ചെയ്യുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള പല ഉദാഹരണങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ നാം തുറക്കണം. എല്ലാം അത്ഭുതമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. ഒന്നല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അത്ഭുതങ്ങളുടെ ലോകമാണ്,
അല്ലെങ്കിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങളേ ഇല്ല എന്നുള്ള രീതിയിൽ നാം ജീവിക്കണം. പക്ഷെ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നടക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലൂടെയാണ് എന്നുള്ളൊരു വലിയ വിശ്വാസം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് തെളിയിച്ച് കാണിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ വേദനകളിൽ തളർന്നു പോകാതെ അവൻ നമ്മെ അവൻ്റെ കൈകളിൽ താങ്ങിയിട്ടുണ്ടാകും എന്ന സത്യം. എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തിലൂടെ തെളിയിച്ച് കാണിക്കുക എൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്? എങ്ങനെയാണ് നമുക്കത് സാധ്യമാകുക? രണ്ട് തരത്തിൽ സ്നേഹമുണ്ട് എന്നാണ് പറയാം. ഒന്ന് മെഡിറ്റേറ്റീവ് ലവ്, രണ്ട് കാൽക്കുലേറ്റീവ് ലവ്. ധ്യാനാത്മകമായ സ്നേഹം, രണ്ട് കണക്കുകൂട്ടലുകളുടെ സ്നേഹം. നമ്മൾ പുതിയ നിയമം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഈ രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പത്രോസ്ലീഹ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? പത്രോസിൻ്റെ ചോദ്യമാണ്, കണക്കുകൂട്ടലുകളുടെ ഒരു ചോദ്യം. അതെ, പത്രോസ് ഈശോ വിളിച്ചപ്പോൾ തന്നെ ഈശോയുടെ പിന്നാലെ വന്നു. ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം ആ 3 വർഷക്കാലം മുഴുവൻ പത്രോസ്ലീഹ ഈശോയെ അനുഗമിച്ചു. ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ടു, ഈശോയെ അധികം സ്നേഹിച്ചു. പക്ഷെ എന്നിട്ടും പത്രോസ് ചോദിക്കുന്ന ചോദ്യം അതാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചവരാണ് നിനക്ക് വേണ്ടി. അപ്പോൾ ഈ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ നീ അതിന് പ്രതിഫലമായിട്ട് എന്താ ഞങ്ങൾക്ക് നൽകുക? അത് കണക്കുകൂട്ടലിൻ്റെ സ്നേഹമാണ്. നമ്മൾ യൂദാസിൻ്റെ ജീവിതം എടുത്ത് നോക്കിക്കേ. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു യൂദാസ് വിചാരിച്ചിട്ടുണ്ടാകണം ദൈവപുത്രനായ മിശിഹായാണ്. യൂദാസും ഈശോയെ അധികം സ്നേഹിച്ചിട്ടുണ്ടാകും. ഇവൻ ഞാൻ ഒറ്റിക്കൊടുത്താലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുമെന്ന് യൂദാസ് വിചാരിച്ചിട്ടുണ്ടാകണം. അങ്ങനെ 30 വെള്ളിക്കാശിന് ഈശോയെ ഒറ്റിക്കൊടുക്കുക, കണക്കുകൂട്ടലിൻ്റെ സ്നേഹം. അതിനൊക്കെ വിപരീതമായിട്ട് പുതിയ നിയമത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി പ്രഭാവമുണ്ട്. അത് മറ്റാരും തന്നെയല്ല, മഗ്ദലന മറിയം. മഗ്ദലന മറിയത്തെ മറ്റു പുരുഷന്മാരുടെ നോട്ടം ത്രസിപ്പിച്ചപ്പോൾ ഈശോയുടെ നോട്ടം മഗ്ദലന മറിയത്തിൻ്റെ ഉള്ളിൽ ഒരു പുതിയ വ്യക്തിയെ ഉണർത്തുകയാണ്. പഴയ കാലത്ത് അവൾക്ക് തോന്നുന്ന രീതിയിൽ അവൾ ജീവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പക്ഷേ ദൈവം, കാരുണ്യവാനായ കർത്താവ്, മനുഷ്യനായി അവതരിപ്പിച്ച ക്രിസ്തു അവളെ കരുണാപൂർവ്വം ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിന് മുഴുവൻ ഒരു മാറ്റം സംഭവിക്കുകയാണ്. സ്ത്രീകൾക്ക് അങ്ങനെയാണ്. ഒരിക്കൽ അവളെ മാറ്റുന്ന ഒരു സ്നേഹം അവൾ അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ ആ സ്നേഹത്തിൻ്റെ പിന്നാലെ അവൾ കണ്ണുമടച്ചു പോകും. ബ്ലൈൻഡ് ലവ്, അന്ധമായ സ്നേഹം, ധ്യാനാത്മകമായ സ്നേഹം. കാൽവരി മലയിൽ ഈശോയെ പടയാളികൾ കുരിശിൽ തറച്ച് കൊന്നപ്പോൾ അവസാനം വരെ ഈശോയെ പിന്തുടർന്ന ആളുകളിൽ ഒന്ന് മഗ്ദലന മറിയം. അവസാനം ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യമായി ഉയർത്ത ഈശോയെ കണ്ടുമുട്ടിയ ആൾ എന്ന ബഹുമതി കൂടി ലഭിച്ചിട്ടുണ്ട് മഗ്ദലന മറിയത്തിന്. ഈശോയെ കാണാതെ ഗുഹയുടെ മുൻപിൽ നിന്ന് കരയുന്ന മഗ്ദലന മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷെ ഒരു തോട്ടക്കാരൻ എന്ന രീതിയിൽ പ്രത്യക്ഷത്തിൽ ഈശോയെ കാണുന്ന മഗ്ദലന മറിയ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എൻ്റെ നാഥനെ നിങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരണമെന്ന്. ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു 6 അടി പൊക്കമുള്ള ആൾ എടുത്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കുക? അവൾ ഒട്ടും യുക്തി കൊണ്ട് ചിന്തിക്കാതെ സ്നേഹം കൊണ്ടുള്ള അവളുടെ ചോദ്യമാണ്. അതാണ് ധ്യാനാത്മകമായ സ്നേഹം. ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞ ആ സ്നേഹം എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും അതിൽ നിന്ന് വേർതിരിഞ്ഞു പോകാത്ത ഒരു സ്നേഹം. ആ സ്നേഹമാണ് ഈശോ ആഗ്രഹിക്കുക. കണക്കുകൂട്ടലുകളുടെ സ്നേഹം സ്നേഹമേ അല്ല, ധ്യാനാത്മകമായ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. മഗ്ദലന മറിയത്തെ പോലെ എൻ്റെ ജീവിതത്തെ സ്പർശിച്ച ദൈവത്തെ വിടാതെ ഞാൻ പിന്തുടരുന്നുണ്ടെങ്കിൽ
എൻ്റെ സഹനങ്ങളിലൂടെ, എൻ്റെ വേദനകളിലൂടെ ആ ദൈവത്തെ ഞാൻ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹവും അതുതന്നെയാണ്. ഞാൻ കൊട്ടേക്കാട് പള്ളിയിൽ കൊച്ചനായിരിക്കുന്ന സമയത്ത് എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ഒരു യുവാവായ ഒരു മകൻ, അവൻ ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ട് അവൻ്റെ 2 കാലുകളും തളർന്നു പോയി അവൻ കിടക്കയിലാണ്. അവനെ ശുശ്രൂഷിക്കുന്ന അവൻ്റെ അമ്മ പള്ളിയിൽ വരുന്ന വ്യക്തിയാണ്, കുർബാനകൾക്കൊക്കെ വരും, നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെന്നാലും, ആ മകനെ കാണാനായിട്ട് ചെന്നാലും വളരെ സന്തോഷപൂർവ്വം, നിറഞ്ഞ മനസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി അച്ഛനെ സ്വീകരിക്കുന്ന ഒരമ്മ. ആ അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം, ആ അമ്മയ്ക്ക് പരാതികളില്ല, വേദനകളില്ല. ആ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത്, തൻ്റെ മകന് സംഭവിച്ച ഈ അത്യാഹിതം, ഇതെല്ലാം ദൈവത്തിൻ്റെ അറിവോട് കൂടെയാണ് എന്നുള്ളൊരു ബോധ്യം ആ അമ്മയെ നോക്കുന്ന പാടെ തന്നെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരമ്മ. അതുപോലെയുള്ള വ്യക്തിത്വങ്ങളാകുവാനാണ് ദൈവം നമ്മെ ക്ഷണിക്കുക. ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമുണ്ട്. ഈശോ പറയുന്നു, വിശുദ്ധ ഫൗസ്തീനായിലൂടെ ഈശോ നമ്മോട് പറയുകയാണ്, നീ ചെയ്യുന്ന ജോലിയുടെ വിജയത്തിനല്ല, പകരം നിന്റെ സഹനത്തിനാണ് ഞാൻ സമ്മാനം നൽകുക. നമ്മൾ പലപ്പോഴും പലതും ചെയ്യാറുണ്ട്, പലരെയും പ്രീതിപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ സന്തോഷം നൽകാനായിട്ട്, സാറ്റിസ്ഫാക്ഷൻ നൽകാനായിട്ട്, സംതൃപ്തി നൽകാനായിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ വിജയത്തിനല്ല തമ്പുരാൻ നമുക്ക് സമ്മാനം നൽകുക. ഒരുപക്ഷെ ഈ ലോകം ആ വിജയത്തിന് നമുക്ക് സമ്മാനം നൽകിയേക്കാം. പക്ഷെ തമ്പുരാൻ നമുക്ക് നൽകുന്ന സമ്മാനം നാം കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആ ജോലിയുടെ വിജയത്തിനല്ല, പകരം നാം കടന്നു പോകുന്ന സഹനങ്ങൾക്കാണ് തമ്പുരാൻ നമുക്ക് സമ്മാനം നൽകുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, വിശുദ്ധ ഫൗസ്തീന, വിശുദ്ധയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വിശുദ്ധയുടെ ജീവിതത്തിലെ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ എഴുതിയിരിക്കുന്ന ഒരു ഡയറിയുണ്ട്. ആ ഡയറിയിൽ വിശുദ്ധ കടന്നുപോകുന്ന പല സാഹചര്യങ്ങളെക്കുറിച്ചും ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ. ഒരിക്കൽ വിശുദ്ധ ഫൗസ്തീന പലപ്പോഴായിട്ട് ഈശോയെ നേരിട്ട് കണ്ട വ്യക്തിയാണ്, നേരിട്ട് സംസാരിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരിക്കൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ കൂടെയുള്ള സിസ്റ്റേഴ്സിൻ്റെ പ്രഥമ വ്രത വാഗ്ദാനത്തിൻ്റെ സമയത്ത് വിശുദ്ധ ഫൗസ്തീന വളരെ ഭക്തിയോടുകൂടി കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദർശനം, ഞാൻ ദർശനം എന്ന് പറയുന്നു, പക്ഷേ വിശുദ്ധ ഫൗസ്തീന നേരിട്ട് കാണുകയാണ്. അൾത്താരയിൽ പുരോഹിതൻ ബലിയർപ്പിക്കുന്നു. അൾത്താരയുടെ മുൻപിൽ സിസ്റ്റേഴ്സ് നിന്ന് പ്രഥമ വ്രത വാഗ്ദാനത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് വിശുദ്ധ ഫൗസ്തീന കാണുകയാണ്, അൾത്താരയുടെ ഒരു സൈഡിൽ പെട്ടെന്ന് ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രതാപവാനായി ഈശോ പ്രത്യക്ഷപ്പെടുന്നു. ധവള വസ്ത്രധാരിയായി ഈശോ പ്രത്യക്ഷപ്പെടുന്നു. ഈശോയുടെ അരയ്ക്ക് ചുറ്റും ഒരു സ്വർണ്ണ നിറത്തിലുള്ള റിബൺ കെട്ടിയിട്ടുണ്ട്. വലത് കൈയിൽ ഈശോ ഒരു വലിയ വാള് പിടിച്ചിരിക്കുകയാണ്. ഈ ദർശനം കണ്ട മാത്രയിൽ വിശുദ്ധ ഫൗസ്തീന ഒന്ന് അമ്പരന്ന് പോവുകയാണ്. പെട്ടെന്ന് തന്നെ അൾത്താരയുടെ മുകളിൽ വലിയൊരു ബ്രില്യൻസ്, ഒരു വലിയ തെളിച്ചം, ഒരു വലിയ പ്രകാശം കാണുകയാണ്. ഈ പ്രകാശം കാണുകയും ആ പ്രകാശത്തിൻ്റെ നേരെ മുൻപിൽ മേഘം കൊണ്ടുണ്ടാക്കിയതുപോലെയുള്ള വലിയ സ്കെയില് വിശുദ്ധ ഫൗസ്തീന കാണുകയാണ്. മേഘം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ നീട്ടമുള്ള ഒരു സ്കെയിൽ, അല്ലെങ്കിൽ ഒരു പലകയോട് നമുക്ക് ഉപമിക്കാം. ഈ മേഘം കൊണ്ടുണ്ടാക്കിയ ഈ സ്കെയിലിൻ്റെ വലതുഭാഗത്ത് ഈശോയുടെ കയ്യിലുണ്ടായിരുന്ന ആ വാള് വെക്കുക. വാള് വെച്ച മാത്രയിൽ ഇത് താഴെ പെട്ടെന്ന് അങ്ങോട്ട് താഴോട്ട് പോയി നിലത്ത് മുട്ടിയില്ല എന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. ഉടനെ തന്നെ വിശുദ്ധ ഫൗസ്തീന മറ്റൊരു ദർശനം കാണുകയാണ്. മറ്റൊരു ദർശനമല്ല, ഒരു വൃന്ദം മാലാഖമാർ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഓരോ മാലാഖമാരും അവിടെ പ്രഥമ വ്രത വാഗ്ദാനത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി അവരിൽ നിന്ന് എന്തോ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വലിയ പാത്രം
നമ്മൾ പള്ളിയിൽ കുന്തിരിക്കം ആട്ടാൻ ഉപയോഗിക്കുന്ന ആ അടിയിലെ ആ തൂറുകൾ, അതിന് സമാനമായൊരു പാത്രമുണ്ട് സ്വർണത്തിൻ്റെ. ആ പാത്രത്തിലേക്ക് ഈ ഓരോ സിസ്റ്റേഴ്സിൽ നിന്നും എന്തോ അവർ സ്വീകരിക്കുന്നുണ്ട്. ഈ സ്വീകരിച്ച് ആ സ്വർണ്ണ തളികയിൽ അവരെല്ലാം കളക്ട് ചെയ്ത് സ്വീകരിച്ചതിന് ശേഷം ഈ മാലാഖമാര് ഈ തളിക കൊണ്ടുവന്ന് ഈ സ്കെയിൽ പോലെ ഇരിക്കുന്ന ആ സ്ട്രക്ചറിൻ്റെ ഏറ്റവും മറ്റേ സൈഡിൽ, ഒരു സൈഡിൽ വാള്, മറ്റേ സൈഡിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. കൊണ്ടുവന്ന് വെച്ച മാത്രയിൽ ഇത് ഈ വാളിനേക്കാൾ കനം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് താഴോട്ട് പോവുകയാണ്. വാള് മുകളിലോട്ട് വരുന്നു. ഉടനെ തന്നെ വിശുദ്ധ ഫൗസ്റ്റീന ആ വലിയ പ്രകാശത്തിൽ നിന്ന്, ബ്രില്യൻസിൽ നിന്ന് ഒരു ശബ്ദം, ഒരു അശരീരി കേൾക്കുകയാണ്. വാള് അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കുക. അതിനേക്കാൾ എത്രയോ വിലയുള്ളതാണ് ഇവരുടെ ത്യാഗങ്ങൾ. വാള് അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കുക. അതിനേക്കാൾ എത്രയോ വിലയുള്ളതാണ് ഇവരുടെ ത്യാഗങ്ങൾ. അതെ, നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ, സഹനങ്ങൾ, അത് ഒത്തിരി ദൈവത്തിനു മുമ്പിൽ അതൊത്തിരി വിലയുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ തന്നെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മോടൊപ്പമുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശക്തമായതാണ് നമ്മുടെ സഹനങ്ങൾ. ദൈവം നമുക്ക് സമ്മാനമായിട്ട് സഹനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങനെയൊരു ഉപയോഗം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. സിസ്റ്റർ ശോഭ CSN എഴുതിയ മനോഹരമായൊരു പുസ്തകമുണ്ട്. അതിജീവനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ ഈശോ ചെയ്യാതെ പോയ അത്ഭുതങ്ങൾ എന്നൊരു കുറിപ്പുണ്ട്. ഈശോ ചെയ്യാതെ പോയ അത്ഭുതങ്ങൾ. ആ കുറിപ്പിൻ്റെ അവസാനം സിസ്റ്റർ ശോഭ എഴുതി വെച്ച മനോഹരമായൊരു സംഭവമല്ല, ഒരു കാര്യം എന്നെ വല്ലാതെ സ്പർശിച്ചു. സിസ്റ്റർ ശോഭ പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച കർത്താവ് ഒത്തിരിയേറെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് ഗാഗുൽത്ത മലയിലായിരുന്നു. അവനെ വിശ്വസിക്കാത്ത ജനം അവനെതിരെ കള്ളക്കേസുണ്ടാക്കി അവനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടെ അവൻ്റെ അവസാനത്തെ ചാൻസാണ്. ഇപ്പോഴെങ്കിലും ഒരത്ഭുതം കാണിച്ച് താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കാനുള്ള അവൻ്റെ അവസാനത്തെ ചാൻസ്. അതുതന്നെയായിരുന്നു ഗാഗുൽത്ത മലയിൽ ഈശോയുടെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷണം. മരിക്കാൻ കുറച്ച് സമയങ്ങളെ ബാക്കിയുള്ളൂ. താൻ സ്നേഹിച്ചിരുന്ന പലരും ഇന്ന് തൻ്റെ കൂടെയില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന പല ജനപ്രമാണികളും, സമൂഹത്തിൽ വിലയുണ്ടായിരുന്ന പലരും തനിക്കെതിരെ ഹൃദയം കഠിനമാക്കി കഴിഞ്ഞു. തൻ്റെ എതിരാളികൾ വിജയം ആഘോഷിക്കുകയാണ്. ഇനി മരണത്തിനായിട്ട് അധികം സമയമില്ല. തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടവനും വഴിയിലൂടെ കടന്നു പോകുന്നവരും തൻ്റെ മരണം നോക്കി നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കർത്താവിനെ പരിഹസിക്കുകയാണ്. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, ഞങ്ങളത് കണ്ട് വിശ്വസിക്കട്ടെ. പരീക്ഷണത്തിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ ഈശോ നിൽക്കുകയാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ അപ്പോൾ ഒരു അത്ഭുതം പ്രവർത്തിച്ച് കുരിശിൽ നിന്ന് ഇറങ്ങി വരാം. പക്ഷേ ഈശോ അത് ചെയ്യുന്നില്ല. പലരും പറയും ഈശോ കുരിശിൽ ഏറ്റവും ബലഹീനനായിരുന്നു. പക്ഷേ ഈശോ ഏറ്റവും ശക്തനായത് കുരിശിലാണ്. ഇത്രയും വലിയ പ്രലോഭനങ്ങളെ കീഴടക്കിയ തമ്പുരാൻ അവിടെ ചെയ്യാൻ സാധിക്കാവുന്ന ഒരത്ഭുതം ചെയ്യാതിരുന്നതുകൊണ്ട് അവിടുന്ന് കൂടുതൽ ശക്തിയുള്ളവനായി മാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട്. ദൈവമേ, എൻ്റെ ഈ സഹനത്തിന് നീ ഒരറുതി വരുത്തല്ലേ. എൻ്റെ തളർന്നു പോയ കാലുകൾക്ക് എന്ന് ശക്തി ലഭിക്കും. എൻ്റെ മാറാ രോഗത്തിൽ നിന്ന് എനിക്കിന്ന് വിടുതൽ ലഭിക്കും. എൻ്റെ കാഴ്ചയറ്റുപോയ കണ്ണുകൾക്ക് എന്ന് കാഴ്ച ലഭിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നടക്കാതെ നിൽക്കുന്ന അത്ഭുതങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങളറിയണം, ഈ നടക്കാതെ നിൽക്കുന്ന അത്ഭുതങ്ങൾക്ക് രക്ഷാകരമായ വലിയ ശക്തിയുണ്ട് എന്നുള്ളത്. ഈശോയുടെ കുരിശിൽ ഈശോയ്ക്ക് വേണമെങ്കിൽ ചാടിയിറങ്ങാമായിരുന്നു. അവരുടെ ആ പരിഹാസ വാക്കുകൾക്ക് മറുപടി കൊടുക്കാമായിരുന്നു. പക്ഷേ അന്ന് ചാടിയിറങ്ങിയിരുന്നെങ്കിൽ
ഇന്ന് നാം രക്ഷ സ്വീകരിക്കില്ലായിരുന്നു. ലോകം മുഴുവൻ രക്ഷ സ്വീകരിക്കില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും നടക്കാതെ പോകുന്ന ചില അത്ഭുതങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനെയോർത്ത് അഭിമാനിക്കണം. കാരണം ആ നടക്കാതെ പോകുന്ന അത്ഭുതങ്ങളിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന സഹനങ്ങൾ, വേദനകൾ, കുരിശുകൾ, അതിന് രക്ഷാകരമായൊരു മാനമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. ഈ വചന സന്ദേശം ഒരു തിരുവചന ഭാഗം ഉപയോഗിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളിടയ്ക്കാം, കരങ്ങൾ കൂപ്പാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അളവറ്റ് ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണല്ലോ ദൈവമായിരുന്നിട്ടും ഒരു മനുഷ്യനാകാനായി തീരുമാനിച്ചുറച്ച് ഈ ഭൂമിയിൽ നീ വന്നു പിറന്നത്. ഞങ്ങളോടൊപ്പം നീ താമസിച്ചു, ഞങ്ങളോടൊപ്പം നീ ജീവിച്ചു, ഞങ്ങളെ പൂർണ്ണമായി വ്യവസ്ഥകളില്ലാതെ നീ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് സമ്മാനമായി മനുഷ്യൻ നിന്നെ കുരിശിൽ തറച്ചു. കുരിശിൽ ചേതനയേറ്റ് കിടക്കുന്ന നിന്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തിയ അന്ധനായ ആ പടയാളിയുടെ കണ്ണിലേക്ക് ഒരു തുള്ളി രക്തം ചിന്തിക്കൊണ്ട് അദ്ദേഹത്തിന് നീ കാഴ്ച സമ്മാനിച്ചല്ലോ. കാരുണ്യവാനായ ദൈവമേ, സഹനങ്ങളിൽ, വേദനകളിൽ, ഞെരുക്കങ്ങളിൽ ഞങ്ങൾ തകർന്നു പോകാതെ നിന്റെ സ്നേഹത്തിൽ ആശ്രയമർപ്പിച്ചുകൊണ്ട്, മുറിവേറ്റിയിട്ടും ആ മുറിവിലൂടെയും സൗഖ്യം നൽകുന്ന നിന്റെ വലിയ സ്നേഹത്തിൽ ആശ്രയമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളെയും വേദനകളെയും നിന്റെ സഹനങ്ങളോടും വേദനകളോടും ചേർത്ത് വെച്ചുകൊണ്ട് അവയൊക്കെ രക്ഷാകരമാക്കി മാറ്റുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ലോകത്തിലുള്ള സകലർക്കും രക്ഷാകരമാക്കി മാറ്റുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, നിന്റെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ഞങ്ങളെ അവരോടും ഒപ്പമുണ്ടാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ, യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ, യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ, യേശുവിൻ ഹൃത്തടജലമേ എന്നെ നിത്യം കഴുകണമേ, യേശുവിൻ പീഠകളെ എന്നെ സുധീരനാക്കണമേ, നന്മ തന്നിറകുടമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, നാദാ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ, മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ, എല്ലാ തിന്മ
സതതം വാഴ്ത്തിടുവാൻ. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ www.darshanaclub.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാണാവുന്നതാണ്. അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.